നിയോഗത്താലി. അങ്ങനെ എല്ലാവരും കൂടി ഉടുത്തൊരുങ്ങി അഥർവിന്റെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. ശ്രീനന്ദയാണെങ്കിൽ അന്ന് ആദ്യമായിട്ടാണ് ഇത്രയും അണിഞ്ഞൊരുങ്ങുന്നത്. ബ്യൂട്ടീഷ്യന്റെ അടുത്തേക്ക് പോകാനായിരുന്നു അമ്മയുടെ തീരുമാനമെങ്കിലും നേരം വൈകൂന്ന് പറഞ്ഞ് അഥർവ് വഴക്ക് പറഞ്ഞതോടെ അവരത് മാറ്റി. പകരം ഒരു പെൺകുട്ടിയും സിസ്റ്ററും കൂടി ഇന്ദിരയും നന്ദയും ഒരുക്കാനായി അവരുടെ വീട്ടിലേക്ക് വന്നു. ആര്യൻകുട്ടനെ റെഡിയാക്കി നിർത്തിയ ശേഷമാണ് നന്ദ സാരിയൊക്കെ ഉടുക്കാനായി പോയത്. നല്ലൊരു കാഞ്ചീപുരം സാരിയും ഉടുത്ത് മുല്ലപ്പൂവും ചൂടി മിതമായ രീതിയിൽ ആഭരണങ്ങളൊക്കെ ധരിച്ച് നെറ്റിയിലൊരു വട്ടപ്പൊട്ടും നെറുകയിൽ സിന്ദൂരവും അണിഞ്ഞ് അതിസുന്ദരിയായി വരുന്ന ശ്രീനന്ദയെ കണ്ടതും അഥർവിന്റെ ചുണ്ടുകളിൽ പ്രണയാതുരമായ ഒരു പുഞ്ചിരി വിടർന്നു. തൻ്റെ ഓഫീസിലെ ഓരോ സ്റ്റാഫിനും അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് നിന്നു വന്ന പ്രമുഖരായ വ്യക്തികൾക്കുമൊക്കെ അഥർവ് നന്ദയെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ പുഞ്ചിരിയോടുകൂടി ഇന്ദിരയുടെ അടുത്ത് ചേർന്ന് നിന്നു. ആ പാർട്ടിയിൽ വെച്ചാണ് അഥർവ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രഖ്യാപിച്ചത്. അവൻ്റെ ഓഫീസിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് പ്രൊമോഷൻ നൽകിക്കൊണ്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു അത്. ബിസിനസ് വിപുലപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്നും നിലവിലുള്ള ജീവനക്കാരുടെ ബന്ധുക്കളോ സഹോദരങ്ങളോ ആയ കഴിവുള്ളവർക്ക് കൂടുതൽ മുൻഗണന നൽകുമെന്നും അവൻ പറഞ്ഞു. അതൊരുപാട് പേർക്ക് വലിയ ഉപകാരമായി. കാരണം മിക്കവരുടെയും സഹോദരങ്ങളൊക്കെ ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അവർക്കൊക്കെ ഇതൊരു വരുമാന മാർഗമാകുമല്ലോ എന്നോർത്ത് എല്ലാവരും സന്തോഷത്തോടെ അഥർവിൻ്റെ വാക്കുകൾ കേട്ടു നിന്നു. ആര്യൻകുട്ടനും നന്ദയും ഇന്ദിരയും അഥർവിനോടൊപ്പം സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു. പാർട്ടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഏകദേശം 11 മണിയോടെയാണ് അവർ തിരിച്ചെത്തിയത്. വീട്ടിലെത്തിയപ്പോൾ പാർവതി പലതവണ നന്ദയെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. നന്ദ കുറേ ഫോട്ടോകളൊക്കെ അവൾക്ക് അയച്ചു കൊടുത്തു. അഥർവും നന്ദയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ പാർവതി തൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ കാണിച്ചു. ശ്രീനന്ദ എന്നും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പാർവതിയുടെ അമ്മ പ്രാർത്ഥനയോടെ പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് പഠിത്തത്തിൻ്റെ തിരക്കുകളായി ദിവസങ്ങൾ ഒന്നൊന്നായി ഓടി മറന്നു. ഇതിനിടയ്ക്കാണ് പാർവതിയുടെ ഏട്ടൻ്റെ നിശ്ചയം വരുന്നത്. അവരെല്ലാവരും ചേർന്ന് ശ്രീനന്ദയുടെ വീട്ടിലെത്തിയാണ് അവളെ ക്ഷണിച്ചത്. പുതിയ വസ്ത്രങ്ങൾ എടുക്കാമെന്ന് അഥർവ് പറഞ്ഞെങ്കിലും നന്ദ സമ്മതിച്ചില്ല. കമ്പനിയിലെ പാർട്ടിക്ക് വേണ്ടി എടുത്ത ഡ്രസ്സൊക്കെയുണ്ട്, അത് മതി, ഇനി വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവൾ അവനെ തടഞ്ഞു. എല്ലാവരും ഒന്നിച്ചാണ് പാർവതിയുടെ ഏട്ടൻ്റെ എൻഗേജ്മെന്റിന് പോയത്. സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അവൻ്റെ ഭാവി വധു. രണ്ടുപേർക്കും ആശംസകളൊക്കെ നേർന്ന് കുറച്ചു സമയം സംസാരിച്ച് നിന്ന ശേഷം ഭക്ഷണവും കഴിച്ച് നന്ദയും അഥർവും മോനും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം തിരികെ പോന്നു. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അഥർവ് ബിസിനസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു. അവൻ ആകെ തിരക്കിലായി. ഇടയ്ക്ക് 2 തവണ ഡൽഹിയിലും ഹൈദരാബാദിലുമൊക്കെ പോയി വന്നു. ശ്രീനന്ദയും ഇപ്പോൾ ഈ അന്തരീക്ഷവുമായി ഏറെക്കുറെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ആദ്യമൊക്കെ അഥർവ് തന്നിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. കുറേ സമയം അവൾ മുറിയിലിരുന്ന് കരയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്ക് കുറച്ചുകൂടി മനക്കെട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഏട്ടൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇത്തരം യാത്രകൾ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് അവൾക്കും അറിയാം. നന്ദ കുറച്ചുകൂടി മച്ചുവേർഡായി. സ്വന്തം പഠനത്തിലേക്കായി അവളുടെ കൂടുതൽ ശ്രദ്ധ. ഫൈനൽ പരീക്ഷയ്ക്ക് ഇനി അധികം നാളുകളില്ല. അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ അവൾ പഠിത്തത്തിൽ തന്നെയായിരുന്നു. പഠിക്കുന്ന സമയങ്ങളിൽ അഥർവും കുറുമ്പുകൾ കാട്ടി തൻ്റെ നന്ദയെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. എന്നാൽ ആര്യൻകുട്ടൻ ആൻറ്റിയെ തനിച്ച് കിട്ടാത്തതിൻ്റെ വിഷമമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അവൾ കുഞ്ഞിനെയും കൂട്ടി അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ബീച്ചിൽ പോകും. കുറച്ചു സമയം അവിടെ ചെലവഴിച്ച് 4 പേരും പുറത്തുനിന്നും ഭക്ഷണവും കഴിച്ചു മടങ്ങും. അങ്ങനെ സന്തോഷത്തോടെയായിരുന്നു അവരുടെ ദിവസങ്ങൾ കടന്നുപോയത്. ഒരു ദിവസം പാർവതിയുടെ ഫോൺ കോളാണ് ശ്രീനന്ദയെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയത്. സമയം നോക്കിയപ്പോൾ രാവിലെ 6 മണി. അഥർവ് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ശ്രീനന്ദ കൈയെത്തിച്ച് ഫോണെടുത്ത് കാതിലേക്ക് ചേർത്തു. ഹലോ പാർവതി. നന്ദ, നീ എണീറ്റില്ലേ? ഇല്ല. എന്താടി? എടി പെണ്ണെ, ഇന്നല്ലേ പരീക്ഷ, നീ മറന്നോ? ഹോൾ ടിക്കറ്റൊക്കെ കൃത്യമായി എടുത്ത് ബാഗിൽ വെക്ക്. അതൊന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാട്ടോ. പാർവതി പറയുന്നത് കേട്ടതും ശ്രീനന്ദയുടെ ശ്വാസം നിലച്ചതുപോലെയായി. വെളുപ്പാങ്കാലത്താണ് അവൾ കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഉറക്കച്ചറകൂടിയായിരുന്നു ഇതുവരെ സംസാരിച്ചത്. എന്നാൽ ഞൊടിയിടയിൽ അവളുടെ ഉറക്കമൊക്കെ എവിടെയോ ഓടിമറഞ്ഞു. അവൾ ഫോൺ കട്ട് ചെയ്ത് വേഗത്തിൽ ബ്രഷ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ദിരയുടെ അടുത്തേക്ക് വന്നു.
പെണ്ണിന് ആവോളം ടെൻഷനുണ്ട്. അത് ഇന്ദിരയ്ക്കും മാധവനും വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു. മോനെ ആദി, ഇന്ദിര വിളിക്കുന്ന കേട്ട് ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്ന അഥർവ് അകത്തേക്ക് കയറി വന്നു. മോനെ, ഓഫീസിൽ പോകുന്നതിന് മുൻപ് നന്ദമോളെയും കൂട്ടി ഒരു പൈൻ ക്ഷേത്രത്തിലൊന്ന് പോണം. ഒരു ചരട് ജപിച്ചു വാങ്ങണം. ഈ കുട്ടിക്ക് വല്ലാത്ത ടെൻഷനാട്ടോ. ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ എങ്ങനെയാ സമാധാനത്തോടെ എക്സാം എഴുതാൻ കഴിയുന്നത്? അഥർവ് നോക്കുമ്പോൾ ശ്രീനന്ദ തലകുനിച്ച് നിൽക്കുവാണ്. താൻ കുളിയൊക്കെ കഴിഞ്ഞല്ലേ? അവൾ തലയാട്ടി. എങ്കിൽ പിന്നെ ഞാനും കൂടി ഒന്ന് റെഡിയായി വരാം. അമ്മ ഒരു കാര്യം ചെയ്താലോ? നന്ദയും ജാനും അവിടുന്ന് നേരെ പോയിക്കോളാം. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടതില്ലല്ലോ. ശരിയാ മോനെ, നിങ്ങൾ നേരെ പോയിക്കോ. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയ പോരെ? വേണ്ടമ്മേ, പോകും വഴി കഴിച്ചോളാം. അഥർവ് പറഞ്ഞതും ഇന്ദിര സമ്മതിച്ചു. ഏട്ടാ, എനിക്കൊരു ഇത്തിരി കൂടി നോക്കാനുണ്ട്. ശ്രീനന്ദ മെല്ലെ പറഞ്ഞെങ്കിലും അഥർവ് കൈയുയർത്തി അവളെ തടഞ്ഞു. വേണ്ട നന്ദ, പഠിച്ചതൊക്കെ മതി. ഇനി തുറന്നു നോക്കുക പോലും വേണ്ട. ശോ, ഈ ഏട്ടൻ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ശേഷം അറിയാവുന്ന ആൻസർ എഴുതി വെച്ചിട്ട് താനിങ്ങോട്ട് പോരെ. എന്നാലും ഏട്ടാ, ഒരു 10 മിനിറ്റ് കൂടി. വേണ്ട നന്ദ, 10 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റ് പോലും ബാക്കിയില്ല. താൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം തന്നെ പോയി ഒരുങ്ങിക്കോ. ഞാൻ കുളിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. അവൻ കുളിക്കുവാനേ കയറിപ്പോയി. പിന്നീട് നന്ദ ബാഗിലേക്ക് ടെക്സ്റ്റും നോട്ടുകളും ഒക്കെ എടുത്തു വെച്ചു. ഹോൾ ടിക്കറ്റും കൃത്യമായി എടുത്തു വെക്കാൻ മറന്നില്ല. ശേഷം ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് പിങ്ക് നിറത്തിലുള്ള ഒരു ചുരിദാർ എടുത്ത് ധരിച്ചു. രാവിലെ തന്നെ കുളിച്ചതുകൊണ്ട് മുടിയൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. എങ്കിലും മുടി ഒന്നുകൂടി അഴിച്ചിട്ട് വിടർത്തിയ ശേഷം മുഖത്ത് അല്പം പൗഡർ ഇട്ടു. കണ്ണുകൾ എഴുതി ഒരു കുഞ്ഞു പൊട്ടും തൊട്ടു. നെറുകയിൽ സിന്ദൂരവും അണിഞ്ഞ് ഷോൾ ഇരു തോളുകളിലുമായി വിടർത്തിയിട്ട് സേഫ്റ്റി പിൻ കുത്തി ഉറപ്പിച്ചു. ശ്രീനന്ദ റെഡിയായി വന്നപ്പോഴേക്കും അഥർവും കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി. അവനും ഓഫീസിലേക്ക് പോകാനുള്ള വേഷമാണ്. ഏട്ടാ, ഞാൻ താഴേക്ക് പോയിക്കോട്ടെ? നന്ദ ചോദിച്ചപ്പോ അവൻ അവിടെ തന്നെ നിൽക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ആര്യൻകുട്ടനപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ശ്രീനന്ദ അടുത്തു ചെന്ന് കുഞ്ഞിന്റെ നെറ്റിയിലും കവിളിലുമൊക്കെ സ്നേഹത്തോടെ മുത്തം കൊടുത്തു. ശേഷം അവൾ അഥർവിന്റെ അടുത്തേക്ക് ചെന്നു. തലമുടി ചീകുന്നതിനിടയിൽ ശ്രീനന്ദ തന്റെ അടുത്തേക്ക് വരുന്നത് അഥർവ് കണ്ണാടിയിലൂടെ കണ്ടു. അവൻ തിരിഞ്ഞവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ പെണ്ണിന്റെ മുഖത്ത് വെപ്രാളവും പരവേശവും നിഴലിച്ചു നിൽക്കുന്നുണ്ട്. അവൻ വലങ്കൈ നീട്ടി അവളെ ചേർത്ത് പിടിച്ചു. എന്തിനാ നന്ദ ഇത്രയും ടെൻഷൻ? അറിയില്ലേട്ടാ, എനിക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓവറായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. താൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ഇപ്പോഴത്തെ ക്ലാസ് ടോപ്പറാണ്. നല്ല മാർക്കൊക്കെ വാങ്ങി താൻ മിടുക്കിയാകും. അല്ലാതെ ആവശ്യമില്ലാത്തതിനെ കുറിച്ചൊന്നും ഓർക്കുകയേ വേണ്ട. അറിയാം ഏട്ടാ, പക്ഷെ കഴിയുന്നില്ല. നന്ദ, താൻ എല്ലാ ചാപ്റ്ററും കൃത്യമായി പഠിച്ചോ? പഠിച്ചു. നോട്ട്സും എക്സസൈസും ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തു. ഈ ചാപ്റ്ററുകളൊക്കെ ക്ലാസ്സിൽ ടീച്ചർ പരീക്ഷ നടത്തിയതാണോ? അതെ ഏട്ടാ. അതിനൊക്കെ എനിക്ക് നല്ല മാർക്കും ഉണ്ട്. പിന്നെന്തിനാടോ താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഈ ടെൻഷനൊക്കെ മാറാനല്ലേ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അവിടെ ചെന്ന് ഒരു ചരടൊക്കെ ജപിച്ചു കെട്ടി ഇറങ്ങുമ്പോ എന്റെ പെണ്ണ് ഉഷാറാകും കേട്ടോ. അവൻ അവളുടെ കവളി തലോടിക്കൊണ്ട് പറഞ്ഞതും ശ്രീനന്ദ പെട്ടെന്ന് അഥർവിനെ കെട്ടിപ്പിടിച്ചു. എത്രയൊക്കെ നന്ദി പറഞ്ഞാലും മതിയാവില്ല, അവൾ മനസ്സിൽ മന്ത്രിച്ചു. പെണ്ണെ, ഓവർ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. വന്നേ, മര്യാദയ്ക്ക് ബാഗും എടുത്ത് ഇറങ്ങാൻ നോക്ക്. സമയം പോകും. അഥർവിനോടൊപ്പം ഗോവണിയുടെ പടികൾ ഒന്നൊന്നായി ഇറങ്ങി അവളും താഴേക്ക് ചെന്നു. അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം പൂജാമുറി കയറി തൊഴുതു പ്രാർത്ഥിച്ചിട്ടാണ് രണ്ടാളും പുറത്തേക്ക് ഇറങ്ങിയത്. അമ്മേ, ആര്യൻകുട്ടൻ ഉണരുമ്പോ എന്നെ തിരക്കും, പ്രത്യേകം പറയണേ. കാറിൽ കയറും മുമ്പ് ശ്രീനന്ദ ഇന്ദ്രയോടായി ഓർമ്മിപ്പിച്ചു. പറഞ്ഞോളാം മോളെ, നിങ്ങൾ നേരം കളയാതെ ചെല്ല്. ഇന്ദ്ര സ്നേഹത്തോടെ മറുപടി നൽകിയതും ശ്രീനന്ദ തലയാട്ടി. അങ്ങനെ ഇരുവരും നേരെ അമ്പലത്തിലേക്ക് പോയി. പ്രവൃത്തി ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ ആളും തിരക്കുമൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും മനസ്സറിഞ്ഞ് തൊഴുതു പ്രാർത്ഥിക്കാൻ സാധിച്ചു. തിരുമേനിയോട് പ്രത്യേകം പറഞ്ഞ് ജപിച്ചു കെട്ടിയ ചരട് ആദ്യ സ്നേഹത്തോടെ അവളുടെ കൈത്തണ്ടയിൽ കെട്ടിക്കൊടുത്തു. നന്ദ, ഇനിയിപ്പോ ടെൻഷനടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. താ ഹാപ്പി ആയിട്ടിരിക്കെ. അഥർവ് ശ്രീനന്ദയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോ അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഇതുപോരാ, ഇത്തിരി കൂടി നന്നായിട്ടൊന്ന് ചിരിച്ചേ, അവൻ വീണ്ടും പറഞ്ഞു. ശ്രീനന്ദ വീണ്ടും ഇത്തിരി കഷ്ടപ്പെട്ട് പുഞ്ചിരിക്കാൻ നോക്കി. എന്റെ നന്ദപ്പെണ്ണിന് നല്ല മാർക്ക് കിട്ടും.
നീ ഉദ്ദേശിച്ചാലും നന്നായിട്ട് നിനക്ക് എല്ലാ എക്സാമും എഴുതാൻ പറ്റും. ഈ ഏട്ടനെ നിനക്ക് വിശ്വാസമില്ലേ നന്ദ? അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കവിളിണകളെ ഈറനണിയിച്ചുകൊണ്ട് ആ കണ്ണീർ തുള്ളികൾ താഴേക്ക് പതിച്ചു. ഇതാ എനിക്കിഷ്ടമല്ലാത്തത്. എന്തെങ്കിലും പറഞ്ഞ അപ്പൊ കരയും. നന്ദ, ഇത് ചീത്ത സ്വഭാവമാട്ടോ. അവൻ കൊച്ചുകുട്ടികളെ പോലെ മുഖം വീർപ്പിച്ചാണ് അത് പറഞ്ഞത്. ശ്രീനന്ദ ഇരു കവിളുകളിലെയും കണ്ണീർ അമർത്തി തുടച്ച് അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. ഈ ഭഗവാന്റെ കോവിലിന് മുമ്പിൽ നിന്ന് ഞാൻ പറയുക, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം ആദ്യേട്ടനും മോനും അച്ഛനും അമ്മയും ഒക്കെയാണ്. എന്റെ മരണം വരെയും ഇതൊക്കെ ഇങ്ങനെ തന്നെ ആവണമെന്നാണ് എന്റെ പ്രാർത്ഥന. അതങ്ങനെ ആയിരിക്കുന്നെന്താ? ഇനി നമുക്കിടയിലേക്ക് ഒന്ന് രണ്ട് അംഗങ്ങൾ കൂടി വരുമെന്നത് ഒഴിച്ചാ ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെയാകും. ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. ഇരുവരും പിന്നീട് ഭക്ഷണം കഴിക്കാനായി ഒരു വെജ് റെസ്റ്റോറന്റിലേക്കാണ് പോയത്. ശ്രീനന്ദയ്ക്ക് ഗീ റോസ്റ്റും ഫിൽറ്റർ കോഫിയും ഒക്കെ വാങ്ങി നൽകി. അവളെ സന്തോഷത്തോടെ കോളേജ് ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഇറക്കി. ഓൾ ദി ബെസ്റ്റും പറഞ്ഞ് അതൊരു ഓഫീസിലേക്ക് പോയി. പതിവ് പോലെ അവളെയും കാത്ത് പാർവതി അവിടെയുണ്ട്. ശ്രീനന്ദ കൃത്യമായി എല്ലാം പഠിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ അവൾക്ക് വളരെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിച്ചു. പാർവതിക്കും അറിയായിരുന്നെങ്കിലും ഇടയ്ക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വിട്ടുപോയി എന്ന് അവൾ പറഞ്ഞു. ഇനിയിപ്പോ 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് എക്സാം ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് ഇരുവരും മടങ്ങിപ്പോയത്. അഥർവ് ശ്രീനന്ദയെ തിരികെ കൂട്ടാൻ വരും. ശ്രീനന്ദ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഫോൺ ചെയ്തപ്പോൾ 1/2 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരുമെന്ന് അഥർവ് അവളോട് പറഞ്ഞു. അപ്പോഴേക്കും പാർവതിക്ക് അവളുടെ അച്ഛൻ വണ്ടിയുമായി എത്തി. നന്ദയോട് യാത്ര പറഞ്ഞ് പാർവതിയാണ് ആദ്യം പിരിഞ്ഞുപോയത്. ശ്രീനന്ദ ബസ് സ്റ്റോപ്പിന്റെ അടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറിയിരുന്നു. അവളപ്പോ ഓർക്കുമായിരുന്നു തന്റെ പിന്നിട്ട കാലങ്ങൾ. എക്സാമിന് പോകുമ്പോ ഇത്രമാത്രം ടെൻഷൻ നന്ദയ്ക്ക് വരാൻ ഒരേ ഒരു കാരണമാണ് ഉണ്ടായിരുന്നത്. പണ്ട് സ്കൂൾ പഠനകാലത്ത് മിക്ക ദിവസങ്ങളിലും ശ്രീനന്ദ വൈകിയാണ് സ്കൂളിലെത്തുന്നത്. അന്നത്തെ ദിവസത്തെ ജോലികൾ അത്രയും സിന്ധു അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതെല്ലാം ചെയ്തു തീർത്ത് ഓടി പിടിച്ച് സ്കൂളിലെത്തുമ്പോൾ ടീച്ചറുടെ വഴക്ക് ഉറപ്പാണ്. പിന്നീട് ടീച്ചർക്കും ശ്രീനന്ദയുടെ അവസ്ഥ മനസ്സിലായി. അതിനുശേഷമാണ് അവരവളെ വഴക്കു പറയാതായത്. എങ്കിലും ആ കാലത്തുണ്ടായ വെപ്രാളവും ഭയവും ഇന്നും അവളുടെ മനസ്സിലൊരു കറുത്ത നിഴൽ പോലെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പരീക്ഷയുടെ സമയമാകുമ്പോൾ നന്ദ വല്ലാതെ ടെൻഷനിലാവുന്നത്. എന്നാൽ ഇന്ന് അഥർവും അച്ഛനും അമ്മയും ഒക്കെ വളരെ കരുതലോടെ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ഉള്ളിലുള്ള ആ ഭയമൊക്കെ പതിയെ അകന്നു പോകുകയാണ്. നന്ദ അഥർവിനോടും അച്ഛനോടും അമ്മയോടുമൊക്കെ എക്സാം എളുപ്പമായിരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. പരീക്ഷയെല്ലാം കഴിഞ്ഞ് കോളേജിന് മുമ്പിൽ അഥർവിനെ കാത്തു നിൽക്കുവാണ് നന്ദ. അപ്പോഴാണ് സജീവിന്റെ കോൾ അവളെ തേടിയെത്തിയത്. ശ്രീനന്ദ ഫോണെടുത്ത് കാതിലേക്ക് ചേർത്തു. മോളെ, പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? സജീവൻ സ്നേഹത്തോടെ ചോദിച്ചു. ഇന്നത്തെ പരീക്ഷ എനിക്ക് എളുപ്പമായിരുന്നു അമ്മാവ. മോളിപ്പോ എവിടെയാ? വീട്ടിലെത്തിയോ? ഇല്ല, ഞാൻ ഏട്ടനെ കാത്തിരിക്കുവാണ്. അമ്മായി സാക്ഷിയൊക്കെ ഇവിടെ ഉണ്ട് മോളെ. ഞാൻ സാക്ഷിയുടെ കൈ ഫോൺ കൊടുക്കാം. സജീവൻ ഫോൺ മകൾക്ക് കൈമാറി. ഹലോ നന്ദ, പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? സാക്ഷി ചോദിച്ചു. കുഴപ്പമില്ലായിരുന്നു സാക്ഷി, അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റി. ഇനി എന്നാണ് അടുത്ത പരീക്ഷ? ഇനി 4 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പഠിക്കാനൊക്കെ സമയമുണ്ടല്ലോ. ഉണ്ട്. സാക്ഷി ചായ കുടിച്ചോ? ഞാൻ കുടിച്ചു. ദാ അമ്മയ്ക്ക് കൊടുക്കാം. അവൾ ഫോണ് സിന്ധുവിന് കൈമാറി. സിന്ധുവും നന്ദയുടെ വിശേഷങ്ങളൊക്കെ തിരക്കി. സിന്ധുവിന്റെ അസുഖമൊക്കെ മാറിയപ്പോൾ അവർ പൂർണ്ണ ആരോഗ്യവതി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സജീവനും ഇപ്പോൾ വലിയ സമാധാനമാണ്. സിന്ധു ഇന്നീ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഒരേയൊരു കാരണം അഥർവും ശ്രീനന്ദയുമാണ്. അത് അവൾക്ക് നന്നായി അറിയാം. സിന്ധു ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് നന്ദയോട് ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ ഓർത്ത് ഇടയ്ക്കൊക്കെ അവർ സജീവനോട് പറഞ്ഞ് കരയാറുണ്ട്. ഇതിനിടയിൽ സംഗീതയെ സജീവനും സിന്ധുവും ഒക്കെ പോയി കാണുകയും അവളുടെ ഭർത്താവിനെയും വീട്ടുകാരെയും ഒക്കെ പരിചയപ്പെടുകയും ചെയ്തിരുന്നു. അധികം സ്വത്തും പണമൊന്നും ഇല്ലെങ്കിലും സന്തോഷവും സമാധാനവുമായി കഴിയുന്ന ഒരു കുടുംബം. കൂലിവേല ചെയ്താണെങ്കിലും കുടുംബത്തെ നന്നായി പോറ്റുന്നവനാണ് സംഗീതയുടെ ഭർത്താവ് ആദർശ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർത്തിരുന്നപ്പോൾ അഥർവിന്റെ വണ്ടി വന്ന് നിന്നു. ശ്രീനന്ദ നിറഞ്ഞ പുഞ്ചിരിയോടെ കാറിലേക്ക് ചെന്ന് കയറി. തുടരും. പനി ആയതുകൊണ്ടാണ് കഥ ലേറ്റ് ആയത് കേട്ടോ. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം.
നിയോഗത്താലി വായിച്ചിട്ട് ഇഷ്ടമെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കല്ലേ.